സിൽവർ ലൈൻ പദ്ധതി എന്നേക്കുമായി അവസാനിച്ചു. സംസ്ഥാനത്ത് ഇടത് സർക്കാർ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ പദ്ധതി UDF സർക്കാർ ഉപേക്ഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചെന്നും കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. 3000 ഏക്കർ ഭൂമിയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമായത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു. അതേസമയം കിഫ്ബി ഉപേക്ഷിക്കണമോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമുണ്ട്. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. കേരള കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും വിജ്ഞാപനങ്ങളും റദ്ദു ചെയ്യുകയാണ്. നേരത്തെ തന്നെ ഇടതു സർക്കാരിന്റെ കാലത്ത് തന്നെ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സർക്കാർ അതിൽ പിന്മാറിയതാണ്. അതിന് പകരം പദ്ധതികൾ ആലോചിക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിജ്ഞാപനങ്ങൾ, ഉത്തരവുകൾ നിലനിന്നിരുന്നു. അത് ആ സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവർക്ക് അതിൻ്റെ ഇടപാടുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പലരും വലിയ കടക്കണിയിലായി. ആ നിർണായക തീരുമാനമാണ്, അത് മറികടക്കാൻ നിർണായക തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. മാത്രമല്ല, കുപ്രസിദ്ധമായ മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ പ്രതിഷേധങ്ങൾ പല റാങ്ക് പട്ടികകളുമായി ബന്ധപ്പെട്ട് PSC റാങ്ക് പട്ടികകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ 2026 ഓഗസ്റ്റ് 31 അകം കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ നവംബർ 30 വരെ 2026 നവംബർ 30 വരെ നീട്ടാനുള്ള സുപ്രധാന തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും ആശ്വാസമായ തീരുമാനമാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രകടന പത്രികയിൽ പറഞ്ഞ വിവിധ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഓരോ വകുപ്പിന് കീഴിലും വരുന്ന കാര്യങ്ങൾ അവർക്ക് വിഭജിച്ച് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആ വകുപ്പുകളോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടികളിലൂടെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന, നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്നത് കൊണ്ട് അത് അവസാനിക്കുകയില്ല. പകരം ഹൈസ്പീഡ് കോറിഡോർ, മറ്റൊരു പദ്ധതി, പാരിസ്ഥിതിക ആഘാതങ്ങളില്ലാത്ത, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാത്ത, ദുരന്തങ്ങൾ ഉണ്ടാക്കാത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. വന്ദേമാതരം വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ആദ്യത്തെ കാര്യം, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. VD സതീശൻ എന്ന പേരിൻ്റെ എക്സ്പാൻഷൻ മുഴുവൻ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സത്യവാചകം ചൊല്ലിയതും വിവാദമായി. മേനോൻ എന്ന അസ്തിത്വം ഉയർത്തിക്കാട്ടാൻ സവർണ ബോധത്തോടു കൂടി അദ്ദേഹം നടത്തിയ ഇടപെടലെന്നാണ് വിമർശനം വന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതപരമായി പിശകുള്ളത് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹം പറയുമ്പോഴും വലിയ തർക്കത്തെ തുടർന്നാണ് വകുപ്പ് വിഭജനം വിചാരിച്ച വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. ഏതായാലും രണ്ടാം മന്ത്രിസഭാ യോഗത്തിന് ശേഷവും കയ്യെഴുതി നേടുന്ന പ്രഖ്യാപനങ്ങൾ നടത്താൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.